ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഡെയിലി അനാലിസിസ് പ്രോഗ്രാം. എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നിഫ്റ്റിയിലൊരു എനിക്കൊരു കൺഫ്യൂസിങ് ഡേ ആയിരുന്നു. ഇന്നൊരു രണ്ട് സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് രണ്ട് സൈഡ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ച പോലെ ഞാൻ ഡെയിലി ക്യാൻഡലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടിനാണ് ചാൻസ് കൂടുതൽ. ബട്ട് എന്ത് സംഭവിച്ചെന്ന് ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ആയത്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി ആ റെസിസ്റ്റൻസ് പിന്നെ സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ആയിരുന്നു. സോ നമുക്ക് 5 മിനിറ്റ് ചാർട്ടിലോട്ട് നോക്കാം. 5 മിനിറ്റ് ചാർട്ട് ആണെങ്കിൽ ഇവിടെ 5 മിനിറ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു. ഞാൻ ആ ബുള്ളിഷ് ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തപ്പോൾ ഇവിടെ നമ്മളെ ട്രേഡ് ഇവിടെ ട്രിഗറായി, ഇവിടെ പി സോട്ട് ചെയ്തു. ബട്ട് എന്ത് സംഭവിച്ചാൽ ഒരു ഫർദർ ഒരു ക്യാൻഡിൽ മൂവ് ആയിട്ട് അവിടെ നിന്ന് കണ്ടിന്യൂസ് സെൽ ഓഫ് ഉണ്ടായിരുന്നു. സോ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ഞാൻ ഈ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു നമ്മുടെ സിസ്റ്റം പ്രകാരം ഉണ്ടായിരുന്നത്. സോ ഹിറ്റ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് സൈഡ് ട്രേഡ് എടുത്തു. സെക്കൻഡ് സൈഡും പിന്നെ റിവേഴ്സിലോട്ട് പോയായിരുന്നു. രണ്ട് സൈഡും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത ദിവസമായിരുന്നു ഇന്ന്. സോ ഇങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, ചില ദിവസം ഇങ്ങനെ വരാറുണ്ട്, രണ്ട് സൈഡും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാറുണ്ട്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. ഓക്കെ, അങ്ങനെ കണ്ടാൽ മതി. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഡെയിലി ക്യാൻഡിൽ ഒരു ബുള്ളിഷിലാണ് ക്ലോസ് ചെയ്തത്. നിങ്ങൾക്ക് ഇപ്പോൾ എബോവ് 26,000 ക്ലോസ് ചെയ്ത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ 26,000 എബോവ് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 2646 ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 35 ഡേയ്സിൽ ഓൾമോസ്റ്റ് 17 ഡേയ്സ് എബോവ് 26 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നില്ല. 26 എബോവ് ക്ലോസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഡൗണിൽ 26 ബിലോ വരുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് നോക്കാം എന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുകളിലോട്ട് പോകുമെന്ന്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിൽ പോലെ, ഒരു കൺസോൾട്ടേഷൻ ഡോജി ക്യാൻഡിൽ പോലെയാണ് ഫോം ആയിട്ടുള്ളത്. സോ അതിൻ്റെ 5 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഇതും നമ്മൾ ട്രേഡ് സ്ട്രാറ്റജി അനുസരിച്ച് ഇവിടെ ട്രിഗർ ആയിട്ടില്ല. കാരണം ഇത് രണ്ട് കണ്ടിന്യൂസ് ക്യാൻഡിലാണ്. ഇവിടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് ട്രിഗർ ആയിട്ടില്ല. സോ ഇവിടെ സെല്ലിങ് ഇവിടെ ട്രിഗർ ആയിട്ടുണ്ട്, ഇവിടെ ട്രിഗർ ആവും. ബട്ട് അതും രണ്ട് സൈഡും സെല്ലിങ് ട്രിഗറായി മുകളിലോട്ട് പോകുമ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് ബൈയിങ് ട്രിഗർ ആവും. ബട്ട് അതും വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല. സോ ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ നെഗറ്റീവ് ഡേ തന്നെ ആയിരുന്നു സ്ട്രാറ്റജി പ്രകാരം. ഓക്കെ, സോ രണ്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ഡേ ആയിരുന്നു, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. നമുക്ക് സിൽവർ ഒന്ന് നോക്കാം. സിൽവറിൽ ഞാനൊരു ചാർട്ട് ഒന്ന് കാണിച്ചു തരാം. സിൽവറിൽ നമ്മൾ ഇവിടെ വെച്ചാണ് ബ്രേക്ക് ഔട്ട് പറഞ്ഞത്. അതിനുശേഷം നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. 65 അടുപ്പിച്ച് പോയിട്ടുണ്ട്, 64.5 ഒക്കെ അടുപ്പിച്ച് പോയിട്ടുണ്ട്. നല്ലൊരു മൂവ്മെൻറ്റ്. ഇവിടെ ഓൾ ടൈം ഹൈറ്റ് ചെയ്തായിരുന്നു ഈ സമയത്ത്, October 17. പിന്നെ ഒരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ചെയ്തിട്ട് തിരിച്ച് ഒരു ന്യൂ ഓൾ ടൈം ഹൈയിലോട്ടാണ് പോകുന്നത്. സിൽവറിൻ്റെ നമ്മളൊരു ഇയർലി ചാർട്ട് നോക്കുകയാണെങ്കിൽ 1980-ലാണ് സിൽവർ ഓൾമോസ്റ്റ് ഒരു $48 ഫോം ആയത്. അതിനുശേഷം കണ്ടിന്യൂസ് ഫോൾ ആയിരുന്നു, ക്രാഷ് ആയിരുന്നു. പിന്നെ അത് ഫോം ആയിട്ടുള്ളത് 2011-ലായിരുന്നു. സോ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ അത് ക്രോസ് ചെയ്യുന്നത് January 25-ലാണ്. ഓക്കെ, മീൻസ് ഈ വർഷമാണ്, 2025-ലാണ്. സോ അപ്പോൾ നമ്മൾ ലോങ് ടേം നോക്കുകയാണെങ്കിൽ സിൽവറിന് ഓൾറെഡി ഒരു റിട്ടേൺ ഒന്നും ഇല്ല. അപ്പോൾ ഇത് മുന്നോട്ട് ഫർദറായിട്ട് പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഇപ്പോൾ ഇതൊരു ബേസ് ആയിട്ട് എടുത്താൽ, $50 ബേസ് ആയിട്ട് എടുത്താൽ ഇതൊരു hundreds of dollars പോകാനുള്ള ചാൻസ് സിൽവറിന് കാണുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ഇപ്പോൾ നമ്മൾ റീസെൻറ്റ് ടൈംസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു നല്ലൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നുണ്ടെങ്കിലും, ബട്ട് നമ്മൾ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു മൂവ്മെൻറ്റ് ഇല്ല. ആവറേജ് നോക്കുകയാണെങ്കിൽ വലിയ മൂവ്മെൻറ്റ് ഇല്ല. സോ അത് ഫർദർ ഹയർ ലെവലിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഗോൾഡാണ് നോക്കുകയാണെങ്കിലും, ഗോൾഡ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി 2-3 വീഡിയോയിൽ പറഞ്ഞത്, കൺസോൾട്ടേഷൻ സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഹയർ ലെവലിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതലും ഉണ്ടാകുന്നത്. സോ ഗോൾഡ് ഒരു ഓൾ ടൈം ഹൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓൾ ടൈം ഹൈയിലോട്ട് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിറ്റ്കോയിൻ ആണെങ്കിൽ ആ ഒരു പൊസിഷനിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഷാർപ്പ് മൂവ്മെൻറ്റ് മുകളിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കാം. സ്മോൾ ക്യാപ്പ് ഒരു റിട്രേസ്മെൻറ്റ് കാണുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് കൺസോൾട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. നമ്മൾ ഇത് ലോ 15,880 വരെ പോയിട്ടുണ്ടായിരുന്നു, 876 വരെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. സ്മോൾ ക്യാപ്പിനും കാട്ടി മിഡ് ക്യാപ്പ് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. 1.18% അപ്പായിരുന്നു നിഫ്റ്റി മിഡ് ക്യാപ്പ്.
സോ നമുക്ക് ഇന്നത്തെ ഹീറ്റ് മാപ്പ് നോക്കാം. ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50ൽ ടാറ്റ സ്റ്റീൽ 3.38 അപ്പായിട്ടുണ്ടായിരുന്നു. ഹിൻഡാൽകോ 3.26, എറ്റേണൽ 2.37, അൾട്രാ സെംകോ 2.25, ഡൗൺ സൈഡിലോട്ട് ഹിന്ദുസ്ഥാൻ ലിവർ 1.80, മാക്സ് ഹെൽത്ത് 0.73, സൺ ഫാർമ 0.72. സോ കമ്മ്യൂണിറ്റീസ് സ്റ്റോക്സ് എല്ലാം ഇന്ന് അപ്പായിരുന്നു. ഹിന്ദുസ്ഥാൻ നാഷണൽ അലുമിനിയം, ഹിന്ദുസ്ഥാൻ സിങ്ക് ഐ തിങ്ക് 7% മുകളിൽ അപ്പായിരുന്നു. ബിക്കോസ് സിൽവറിൻ്റെ ഒരു മൂമെൻറ്റം അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹിന്ദുസ്ഥാൻ സിങ്ക് നെക്സ്റ്റ് 50ലാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് 7.34 അപ്പായിരുന്നു. JSW എനർജി 5.50, BPCL 3.90, സീമെൻസ് 1.66 ഡൗൺ ആയ സ്റ്റോക്കാണ്. സോളാർ ഇൻഡസ്ട്രീസ് 1.32 ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. നമുക്ക് മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ GMR എയർപോർട്ട് 6.15 അപ്പായ സ്റ്റോക്കാണ്. NICL 5.41, ജൂബിലി ഫുഡ് 3.16, PI ഇൻഡസ്ട്രീസ് 1.78 ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. സ്മോൾ ക്യാപ്പും കൂടെ ഒന്ന് നോക്കാം. സ്മോൾ ക്യാപ്പിൽ താരിൽ 16.04 അപ്പായിരുന്നു. ആനന്ദ്രാജ് 8.61. ആനന്ദ്രാജ് കുറച്ച് 2-4 സ്റ്റോക്ക് ഫോൾ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലൊരു ബൗൺസ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ കോപ്പർ 7.32, TTML 3.49 ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. OneSource 2.45 ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. നമ്മൾ ഇന്നത്തെ മെയിൻ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ സംസാരിച്ച പോലെ തന്നെ ഇന്ത്യ US ട്രേഡ് ഡീലിനെ കുറിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് മാർച്ചിൽ മുന്നേ ഫൈനലൈസ് ആവുന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് അത് പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ബാക്കപ്പ് സപ്പോർട്ടോട് കൂടിയാണ് മാർക്കറ്റ് ഇന്ന് അപ്പായിട്ടുള്ളത്. എഗെയിൻ സെക്കൻഡ് വരുന്നത് റുപ്പി എഗെയിൻ ലോയിലോട്ട് തന്നെയാണ് പോവുകയാണ്. 90.5 അടുപ്പിച്ച് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു റീട്രേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ന്യൂസ്. ഈ വീക്കിലൊരു വീക്ക്ലി അനാലിസിസ് ആയിട്ട് വരാം. നമുക്ക് ജസ്റ്റ് നോക്കാം വീക്ക്ലി ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് പറയാം. വീക്ക്ലി ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ നല്ലൊരു കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് പോലത്തെ ഒരു ഹാമർ ക്യാൻഡിലാണ് ഫോം ആയിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞ പോലെ അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാം. നമുക്ക് വീക്ക്ലി അനാലിസിസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റി എല്ലാം വീക്ക്ലി അനാലിസിസ് നമുക്ക് അനലൈസ് ചെയ്യാം വീക്കെൻഡ്സിൽ. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.